ഫിൻലാൻഡിലേക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോണത്. അതായത് 680ഓളം വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് യൂറോപ്പിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ എങ്ങനെയാണ് എത്തിപ്പെടുക എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് നല്ലൊരു അവസരമാണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള കണ്ടൻസിൽ ഏറ്റവും നല്ലൊരു കണ്ടന്റ് ആണെന്ന് പറയാം. കാരണം നമ്മൾ ഇടയ്ക്ക് പോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഏത് കൺട്രിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട്. സോ പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഈ ഒരു ഫിൻലാൻഡാണ്. ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഫിൻലാൻഡിലേക്കാണ്. അതുപോലെ തന്നെ 680ഓളം വേക്കൻസികളുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിന് മാറ്റർ അല്ല. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു സ്കിൽഡ് ആണെങ്കിലും അൺസ്കിൽഡ് ആണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതായത് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഉള്ള ആളുകളായിരിക്കരുത് നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബേസിക് ലാംഗ്വേജ് നമുക്ക് അറിയണം. ബേസിക് ആയിട്ടെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ അറിയണം. പിന്നെ പറയുന്നത് ഇതൊരു സീസണൽ ജോബാണ്. അതായത് ഒരു 6 to 9 months നമുക്ക് ഫിൻലാൻഡിൽ, അതായത് ഫിൻലാൻഡിലെ റൊവേനിയമിയിൽ കേട്ടോ, ലാപ്ലാൻഡിലും റൊവേനിയമിയിലാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ഇവിടേക്കുള്ള ഹോസ്പിറ്റലുകളിലേക്കും അതുപോലെ തന്നെ ടൂറിസം ഇൻഡസ്ട്രികളിലേക്കാണ് നമുക്ക് അവസരങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസിലാണെന്നുണ്ടെങ്കിൽ പോലെ ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷനിസ്റ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ടൂറിസത്തിലാണെങ്കിൽ ടൂർ അസിസ്റ്റന്റ്, ടൂർ ഗൈഡ്, അതുപോലെ തന്നെ പല റെസ്റ്റോറൻറ്റ്സ്, 5 star റെസ്റ്റോറൻറ്റ്സിലുള്ള ജോബുകൾ, അങ്ങനെ നമുക്കൊരു 10-18ഓളം ജോബുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് ലാപ്ലാൻഡിലാണ്, റൊവേനിയമി. അതായത് ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളുടെ സാന്റാക്ലോസിൻ്റെ ജന്മനാടായിട്ടാണ് ഈ ഒരു ലാപ്ലാൻഡ് അല്ലെങ്കിൽ റൊവേനിയമി അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു വിൻ്ററിൽ ഫിൻലാൻഡിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു അവസരം തന്നെയാണ്. ഒരു നോൺ EU കാൻഡിഡേറ്റ്സിന്, ഇപ്പോൾ നമ്മളൊക്കെ നോൺ EU ആണ്, നമുക്ക് ഇവർ വിസ സ്പോൺസർഷിപ്പ് തരുന്നുണ്ട്. അതായത് നമ്മളുടെ വർക്ക് പെർമിറ്റ്സിനും വിസയ്ക്കും അതിൻ്റെ അസിസ്റ്റൻസ് ഫുള്ളും എല്ലാ ഗൈഡൻസും ഈ ഒരു എംപ്ലോയർ നമുക്ക് തരും. നമ്മളുടെ അക്കോമഡേഷൻ ഫ്രീ ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഫിൻലാൻഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് നമുക്ക് കോൾഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. സോ നമുക്ക് ആ ഒരു സ്നോവി വിൻ്ററിൽ നമുക്ക് ഫിൻലാൻഡിൽ പോയിട്ട് ഫിസിക്കലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ മാത്രം ഇതിനെ അപ്ലൈ ചെയ്യുക. സോ എന്തായാലും ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഡീറ്റെയിൽസും തൊട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫെറർ ഇൻസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫിൻലാൻഡിലേക്കാണ് ഈ ഒരു അവസരങ്ങൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യുക, ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് മാത്രം നിങ്ങൾ ചെയ്യുക. ഒരു സ്പോൺസർഷിപ്പ് ജോബാണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അപ്ലൈ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ്, ട്രാവൽ വിസ, പിന്നെ സ്റ്റുഡൻറ്റ് വിസ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, ഇനി എന്തായാലും ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും കേട്ടോ. ഫിൻലാൻഡ് വിൻ്റർ 2025-26 ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ജോബ്സ് ഹയറിംഗ് നൗ. ഓക്കെ, ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അതുവഴി കയറാൻ പറ്റും. ഫിൻലാൻഡ് വിൻ്റർ സീസൺ ഈസ് കോളിംഗ്, വി ആർ നൗ റിക്രൂട്ടിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 680 സീസണൽ സ്റ്റാഫ് വർക്കേഴ്സ് കേട്ടോ. സോ കറക്റ്റായിട്ട് എല്ലാം വായിച്ചു നോക്കുക. ഞാനിനി ഇതൊക്കെ വായിച്ചിട്ട് ഒരുപാട് ലാഗ് അടിപ്പിക്കണില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കിപ്പിക്കണില്ല. എന്നാൽ തന്നെ ഈ ഒരു വീഡിയോ എത്ര പോകുന്ന അറിയില്ല കേട്ടോ. ലൊക്കേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ലാൻഡ്, റൊവേനിയമി. ഓക്കെ, പിന്നെ ടെമ്പററി സീസൺ ജോബുകളാണ്. ഡ്യൂറേഷൻ പറഞ്ഞ പോലെ November to April വരെയാണ് പറഞ്ഞിട്ടുണ്ട്. വേക്കൻസികൾ എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൈലബിൾ ജോബ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കുക. ഹോട്ടൽ ക്ലീനിങ് ആൻഡ് ഹൗസ് കീപ്പിംഗ്, റെസ്റ്റോറൻറ്റ് വെയിറ്റ് സ്റ്റാഫ്, ബാർ ക്രൂ, കിച്ചൺ സപ്പോർട്ട്, ഡിഷ് വാഷിംഗ്, പിന്നെ ഫ്രണ്ട് ഡെസ്ക്, ഗസ്റ്റ് സർവീസ്, സ്നോ സഫാരി അസിസ്റ്റൻസ്, ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ്, സ്കൈ റിസോർട്ട് സപ്പോർട്ട് സ്റ്റാഫ്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഹെൽപ്പേഴ്സ്, വിൻ്റർ ഗിയർ റെൻ്റൽ സ്റ്റാഫ്, ലോഡ്ജ് അറ്റൻഡൻസ്, ടൂർ ഗൈഡ് അസിസ്റ്റൻസ്, പിന്നെ വേറെയും ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കൊക്കെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഈ ഒരു സ്നോവി റീജിയനിൽ വർക്ക് ചെയ്യാൻ ആളുകൾക്ക്, പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക്. സോ അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 വയസ്സ് പൂർത്തീകരിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് ആയിട്ടുള്ളത് വേണം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അതായത് വിൻ്റർ കണ്ടീഷൻസിൽ ഓക്കെ ഇരിക്കണം വർക്ക് ചെയ്യാൻ, അവൈലബിലിറ്റി ഫോർ ഫുൾ കോൺട്രാക്ട് ഡ്യൂറേഷൻ, ആ ഒരു കോൺട്രാക്ട് കഴിയുന്ന വരെ അവിടെ നിൽക്കാൻ പറ്റണം. EU ആൻഡ് നോൺ EU സിറ്റിസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും, വിസ സപ്പോർട്ട് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഫിൻലാൻഡ് ഈ നോർത്തേൺ ലൈറ്റ്സിൻ്റെ സിറ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഏരിയാസ്, അതൊക്കെ അതിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സോ നല്ല സാലറി കിട്ടും,
അത് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൗസിങ് അക്കോമഡേഷൻ ഉണ്ട്, മീൽസ് പറഞ്ഞിട്ടുണ്ട്, വിസ അസിസ്റ്റൻറ്റ്, പിന്നെ ലീഗൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, എക്സ്ട്രാ പേ, ഓക്കെ, ഓവർ ടൈം നമുക്ക് കിട്ടും. ഹൗ ടു അപ്ലൈ, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കുക. സോ അപ്ലൈ ഹിയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് അപ്ലൈ ചെയ്യണം. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. അതായത് നെയിം എന്നുള്ളത് കൊടുക്കണം, ലാസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അത് കൊടുക്കുക. പിന്നെ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അവരെ പറ്റി എങ്ങനെ അറിയപ്പെട്ടത്, സോഷ്യൽ മീഡിയ കൊടുക്കുക. ചൂസ് യുവർ ഇൻട്രസ്റ്റ്. ഓക്കെ, ഞാനൊരു MTTM പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു ജോബിൻ്റെ നോക്കുകയാണ്. ടൂർ ഗൈഡ് സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഡു യു ഹാവ് റെലവൻറ്റ് എക്സ്പീരിയൻസ്, യെസ്. എത്ര ഇയർ ഉണ്ട് ചോദിക്കുന്നുണ്ട്. 0 to 1 year ഞാൻ കൊടുത്തു. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് കൊടുക്കുക. കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. സിറ്റിസൺഷിപ്പ് അതും നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ബേസിക്, ഗുഡ്, എക്സലൻറ്റ്, നിങ്ങൾ ഏതാണോ അത് കൊടുക്കുക. ഏജ്, നിങ്ങളുടെ ഏജ് ഏതിൻ്റെ ഇടയിലാണ്, ഏത് കാറ്റഗറീൻ്റെ ഇടയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതർ സ്കിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മെൻഷൻ യുവർ സ്കിൽസ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനിതിൽ ഈ ഒരു നേരത്തെ പറഞ്ഞ ജോബുകളിൽ ടൂർ അസിസ്റ്റൻറ്റ് ജോബാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതിന് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്കില്ല് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാനത് ChatGPTയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡു യു ഹാവ് ഫിനിഷ് റെസിഡൻസ് പെർമിറ്റ്, ഇല്ല. ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ്, യെസ്, വർക്ക് പെർമിറ്റ് വേണം. ഡു യു നീഡ് അക്കോമഡേഷൻ, യെസ്, അക്കോമഡേഷൻ വേണം. ഡു യു ഹാവ് വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഒന്നല്ലെങ്കിൽ EU, അല്ലെങ്കിൽ ഗൾഫ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ. ഓക്കെ, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. നമ്മളുടെ സാധാ ലൈസൻസ് അല്ല കേട്ടോ. അപ്പോൾ നമുക്കത് ഇൻ്റർനാഷണൽ ലൈസൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. നമ്മൾ RTOനെ കണ്ടാൽ മതി. ഡു യു പ്ലാൻ ടു സ്റ്റേ ഇൻ ഫിൻലാൻഡ് ആഫ്റ്റർ ദ സീസണൽ ജോബ് ഇഫ് വർക്ക് ആൻഡ് റെസിഡൻസ് എക്സ്റ്റൻഷൻ ഈസ് പോസിബിൾ. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. അതായത് ഈ ഒരു നമ്മളുടെ ഡ്യൂറേഷൻ 9 months ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ജോബിനും അവിടെ നിൽക്കാൻ നിങ്ങൾ ഓക്കെ ആണോ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോബ് നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഓക്കെ, സോ പിന്നെ അബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നിങ്ങളിത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പറ്റിയിട്ട് ചെറുതായിട്ടൊരു ഡീറ്റെയിൽസ് കൊടുക്കുക. ഞാൻ എൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളുടെ CV കവർ ലെറ്ററും നമ്മൾ ഇവർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ഇവിടെ ഒരു വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ വെബ്സൈറ്റ് അല്ല, ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇമെയിൽ ചെയ്യണം. സോ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു യൂറോപ്പാസ് CV കവർ ലെറ്റർ നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അത് നോക്കിയിട്ട് ഒരു യൂറോപ്പാസ് CV യൂറോപ്പാസ് കവർ ലെറ്റർ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ഐ എം ഗോയിങ് ടു സെൻഡ് ഇമെയിൽ നൗ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, പ്രൈവസി പോളിസി ടിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, സബ്മിറ്റ് കൊടുക്കുക. സോ നമുക്കൊരു കൺഫർമേഷൻ വരും, താങ്ക്സ് ഫോർ അപ്ലൈങ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവർ പറയുന്നത് നമ്മളുടെ പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ വരും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. അതായത് നമ്മളുടെ CV അതുപോലെ തന്നെ കവർ ലെറ്ററും നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ആൾറെഡി അപ്ലൈ ചെയ്തു, ഇനി നമുക്കത് ഇമെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഓക്കെ, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യൂറോപ്പാസ് CV അതുപോലെ തന്നെ യൂറോപ്പാസിൻ്റെ കവർ ലെറ്റർ ഒക്കെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ അപ്ലൈ ചെയ്യേണ്ട സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ അതുവഴി പോയിട്ട് അപ്ലൈ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു അവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. ഇതുപോലത്തെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കിട്ടാൻ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും നല്ലൊരു അവസരമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights and this channel won't disappoint you, and thanks for watching.